ഒരു മണിയായി, ആളുകൾക്കൊക്കെ വിശപ്പ് തുടങ്ങി. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുകയില്ല. MTയുടെ നിലപാടു തറ എന്ന ഈ അധ്യായത്തിൽ ആധ്യക്ഷ്യം വഹിക്കുന്ന ഡോക്ടർ MM ബഷീർ, സാറ ടീച്ചർ, ഡോക്ടർ K ശ്രീകുമാർ, സാജി സോമനാഥ്, PN ശ്രീരമ്യ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. MTയുടെ കൃതികളെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു. രാവിലത്തെ സെഷനിൽ അതീവ ഹൃദ്യമായി ആലങ്കോട് ലീലാകൃഷ്ണൻ അതൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. അതൊക്കെ കേട്ടതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. MTയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം നിർഭയനായ മനുഷ്യനും നിർഭയനായ എഴുത്തുകാരനും ആയിരുന്നു. അദ്ദേഹം എഴുത്തുകാരൻ്റെ അന്തസ്സ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച ഒരു എഴുത്തുകാരനും മുൻപും ഇല്ല, ഇപ്പോഴുമില്ല. അത്രയേറെയാണ് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അഭിമാനിച്ചിരുന്നു. ഹിന്ദുവിൻ്റെ ഒരു ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സാഹിത്യകൃതികൾ സിനിമയാകുമ്പോൾ സിനിമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സിനിമക്കാരനല്ല. ചില തിരക്കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, ചിലത് സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യവും അവസാനവുമായി എഴുത്തുകാരനാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. എഴുത്തുകാരനല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, എഴുത്തുകാരനായിരുന്നല്ലോ, ആദ്യമേ എഴുത്തുകാരനാണ്, ഇപ്പോഴും എഴുത്തുകാരൻ ആണ്. സർക്കാർ ഓഫീസിലെ ജോലി ഉപേക്ഷിച്ചത് സ്വാതന്ത്ര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ്, വലിച്ചെറിഞ്ഞിട്ടാണ് ചെറിയ പ്രായത്തിൽ സർക്കാർ ഓഫീസിലെ ജോലി കളഞ്ഞത്. ഒരിക്കൽ മാതൃഭൂമിയുടെ മാനേജിങ് എഡിറ്റർ, മാതൃഭൂമിയിൽ അദ്ദേഹം 2 പ്രാവശ്യം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം മാതൃഭൂമിയുടെ മാനേജിങ് ഡയറക്ടർ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ 2 കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഒന്ന്, സർക്കുലേഷൻ വളരെ കുറയുന്നുണ്ട്. അപ്പോൾ MT പറഞ്ഞു, അത് നമുക്ക് ശ്രദ്ധിക്കാം, അത് നല്ല നിലയിൽ അത് പുനഃസ്ഥാപിക്കാം എന്ന് പറഞ്ഞു. വേറൊരു കാര്യം, ഇപ്പോൾ ഈ വരുന്ന ഈ പുതിയ കഥകളുണ്ടല്ലോ, അതൊന്നും ശരിക്കും മാതൃഭൂമിയുടെ പഴയ കുടുംബാംഗങ്ങൾക്കൊന്നും ദഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കഥകൾ ഒക്കെ വരുന്നത് അതൊന്നും ശ്രദ്ധിക്കണം. അപ്പോൾ MT പറഞ്ഞു, കഥയുടെ കാര്യമൊന്നും പറയണ്ട, അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ഒരു പത്രമുടമയോട് ലോകത്തൊരു എഴുത്തുകാരനും ഒരു സബ് എഡിറ്ററും സംസാരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ തുഞ്ചൻ ട്രസ്റ്റിലേക്ക് കുറച്ച് പേർക്ക് വരണമെന്ന് തോന്നി. അത് G കാർത്തികേയൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കുറേ പേരെ കൂടി ഇതിലെടുക്കണം. അത് ചിലർ G കാർത്തികേയനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവർ തെറ്റിദ്ധരിച്ചു എന്തെന്ന് വെച്ചാൽ, ഇവിടെ 1-ാം തരം സിറ്റിംഗ് ഫീസും 1-ാം തരം യാത്രപ്പടിയും ഒക്കെ ഉള്ളൊരു ട്രസ്റ്റാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. ഇവിടെ യാത്രപ്പടിയും ഇല്ല, അതുപോലെ തന്നെ സിറ്റിംഗ് ഫീസും ഇല്ല. ഇങ്ങനെ ഒരു സാംസ്കാരിക സ്ഥാപനം, സിറ്റിംഗ് ഫീസും അതുപോലെ TA ഒന്നും ഇല്ലാത്ത വേറൊരു സ്ഥാപനമില്ല. പിന്നെ അവശതയുള്ള ആർക്കെങ്കിലും ചിലപ്പോൾ ചെറിയ യാത്രപ്പടി കൊടുത്തു എന്ന് വരും. അല്ലാതെ യാത്രപ്പടി വാസുവട്ടം വാങ്ങാത്തത് കൊണ്ട് ഈ അനുയായികളും അനുചരന്മാരുമായ ഞങ്ങളാരും വാങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, അങ്ങനെ അദ്ദേഹം മന്ത്രിയല്ലേ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ലേ, അദ്ദേഹം പറഞ്ഞു കേൾക്കാതെ വന്നാൽ ചിലപ്പോൾ ഇത് പിരിച്ചു വിട്ടാലോ എന്ന്. അപ്പോൾ MT എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. അപ്പം മൊത്തത്തിലുണ്ടായ അഭിപ്രായം, പിരിച്ചു വിടുന്നെങ്കിൽ പിരിച്ചു വിടട്ടെ, അതോടെ അയാളുടെ സാംസ്കാരിക ജീവിതം അവസാനിക്കും എന്ന് പറഞ്ഞു. പിരിച്ചു വിട്ടില്ല, ആ കമ്മിറ്റി തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഈ തിരക്കഥ എഴുതിക്കാൻ ഒരാൾ പണ്ട് പോയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് MT തിരക്കഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത് സിനിമ വിജയിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല, അതിന് സംവിധായകൻ പോലും വേണ്ട. അപ്പോൾ ഒരാൾ ചെന്നിട്ട് പറയും, ഇങ്ങനൊരു മോഹമുണ്ട്. അപ്പോൾ വാസോട്ടൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എഴുതാനൊന്നുമില്ല, എനിക്ക് പുതിയ ആശയങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒഴിവാക്കണം. ഇയാൾ ഒരു തരത്തിൽ പോവില്ല. അത് കുറച്ച് കഴിഞ്ഞ് തന്നാലും മതി, സമയം എടുത്താലും മതി, പക്ഷേ അങ്ങ് തന്നെ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, എനിക്കൊരു 6 മാസം സമയം തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ ഒരു ചെക്ക് കൊടുത്തു, 20,000 രൂപയുടെ ചെക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, MT പറഞ്ഞു, ചെക്കൊന്നും വേണ്ട, അത് എഴുതി കഴിഞ്ഞിട്ട് ആലോചിക്കാം അത്തരം കാര്യങ്ങൾ. പക്ഷേ ഇയാൾ ചെക്ക് അവിടെ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചിട്ട് പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നു. അപ്പോൾ വാസുട്ടൻ പറഞ്ഞു, അല്ല 1 മാസമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അങ്ങനെ ഇയാൾ കൂടെ വരാൻ തുടങ്ങി. എന്നിട്ട് ഒടുവിൽ വന്ന സമയത്ത് അയാൾ പറഞ്ഞു, ഞാൻ വളരെ മോഹത്തിൽ പ്രതീക്ഷിച്ച് ആണ് ഈ തിരക്കഥ എഴുതി കിട്ടുമെന്ന് വിചാരിച്ചത്, നമ്മൾ അഡ്വാൻസും തന്നു എന്ന് പറഞ്ഞു. അഡ്വാൻസും തന്നു എന്ന് 20,000 രൂപയാണ്.
അഡ്വാൻസും തന്നു എന്ന് പറഞ്ഞതും എം ടി അവിടെ നിന്ന് എഴുന്നേറ്റു. മുകളിലത്തെ നിലയിൽ പോയിട്ട് ഒരു കവറെടുത്ത് അയാളെ കൈ കൊണ്ട് കൊടുത്തു. എന്നോ കൊടുത്ത ആ ചെക്ക് എങ്ങും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന ആ മൗനത്തിൽ ആ പ്രശ്നം അവസാനിച്ചു. അതുപോലെ വ്യക്തിപരമായി എനിക്കൊരു കാര്യം പറയാതെ നിവൃത്തിയില്ല. എം ടി വാസുദേവൻ നായർ എന്ന നമ്മുടെ പ്രിയങ്കരനായ വാസുവേട്ടൻ ഒരിക്കലും തെരുവിൽ പ്രസംഗിച്ചിട്ടേ ഇല്ല. അപ്പോഴാണ് ഈ ഒരു കഥ നല്ല കഥയൊന്നുമല്ല എങ്കിലും ഒരു കഥ എഴുതിയതിൻ്റെ പേരിൽ എന്നെ പോലീസ് വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ NGO യൂണിയൻ്റെയും അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും പ്രതിഷേധ ധർണകൾ നടന്നു. കോഴിക്കോട്ടെ പ്രതിഷേധ ധർണ കിഡ്സ് ആൻഡ് കോർണറിലാണ് നടന്നത്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ MT കിട്ടണമെന്നൊരാഗ്രഹം പുരുഷൻ കടലുണ്ടിയുടെ നേതൃത്വത്തിൽ ചെന്നു. അപ്പോൾ വാസുവേട്ടൻ പറഞ്ഞു, പുരുഷ, ഞാൻ ഇതുവരെ തെരുവിൽ പ്രസംഗിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ വരും, ബാബുവിനെ എനിക്ക് അറിയാം. അങ്ങനെ അദ്ദേഹം പറയുന്ന കാലത്ത് ഞങ്ങൾ നേരിട്ടറിയില്ല. പക്ഷേ ഏത് പുതിയ എഴുത്തുകാരൻ്റെയും എഴുത്തുകാരിയുടെയും രചനകൾ വായിക്കുന്ന MT എവിടെയോ എൻ്റെ എന്തെങ്കിലും വായിച്ചു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വരികയും ഒന്നാന്തരമായി പ്രസംഗിക്കുകയും എനിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി തരികയും ചെയ്തു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത് എഴുതിയതൊക്കെയാണ്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വരവ് കൊണ്ട് എനിക്കുണ്ടായ അഭിമാനം ചെറുതല്ല. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് സർവീസിൽ എന്ന് ഞാൻ എന്നും ഓർക്കുന്നു. അന്നു തൊട്ട് MT വാസുദേവൻ നായർ എന്ന വിഖ്യാത എഴുത്തുകാരൻ എനിക്ക് വാസുവേട്ടൻ ആയി. അവസാന നിമിഷം വരെയും വാസുവേട്ടൻ തന്നെ. അതുപോലെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നെ 2 പ്രാവശ്യം അദ്ദേഹം തെരുവിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിവിടെ സാറ ടീച്ചർ പറഞ്ഞ പോലെ മുത്തങ്ങ സംഭവത്തിലും അതുപോലെ മാലശ്രീ ഹാഷ്മി, സഫ്ദർ ഹാഷ്മിയുടെ ഭാര്യ മാലശ്രീ ഹാഷ്മി വന്നപ്പോഴും അദ്ദേഹം തെരുവിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരിക്കലൊരു സംഭവം, ഈ പ്രേം നസീർ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചെന്നൈയിൽ വെച്ച് അദ്ദേഹം വാസുവേട്ടൻ അവിടെ ചെന്ന് പറഞ്ഞു, അപ്പോൾ ഈ പ്രേം നസീർ എല്ലാവരും അസേ എന്നാണ് വിളിക്കുക. എന്താണ് അസേ എന്ന് ചോദിച്ചോ പറഞ്ഞ് ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് തൃശ്ശൂരിൽ പരമു വരും, പരമുവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. പരമു എന്ന് വെച്ചാൽ ശോഭന പരമേശ്വരൻ നായർ. അദ്ദേഹം MTക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര അടുപ്പമാണ്. അപ്പോൾ അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ച് വളരെ വിഷമത്തിലാണ് സാമ്പത്തികമായി. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായി, അങ്ങനെ വിഷമത്തിലാവുന്നവരെ സഹായിക്കുന്ന മറ്റൊരാളാണ് പ്രേം നസീർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്ത് ഇത് പരമുവിന് കൊടുക്കണം, തൃശ്ശൂർ ഒരു മനുഷ്യരും അറിയരുത് എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത് മുഴുവൻ പറഞ്ഞു പോകുന്നില്ല. പക്ഷേ വ്യക്തിപരമായ എന്നെ ഏറ്റവും ബാധിച്ച ഒരു അനുഭവം പറയാതെ നിവൃത്തിയില്ല. ഇതുപോലെ തുഞ്ചൻ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ 76 തൊട്ട് തുഞ്ചൻ പറമ്പിൽ വന്നിട്ട് ഒരു ശ്രമക്കാരനായി നിൽക്കാറുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷമാണ് 8:30 മലപ്പുറത്തേക്കുള്ള ലാസ്റ്റ് ബസ്സിൽ പോകണ്ട, ഇവിടെയും തങ്ങാം, വാസുവേട്ടൻ വന്നതിന് ശേഷം. അതുവരെ അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഈ തുഞ്ചൻ ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞു പോയപ്പോൾ വസ്ത്രം എടുക്കാനായിട്ട് ഞാൻ വീട്ടിൽ പോയി. ആലങ്കോട് ലീലാക്ഷനും അതേ ദിവസം തന്നെയാണ് പോയത്. 2 പേരും പോയി. പിറ്റേന്ന് വസ്ത്രങ്ങളുമൊക്കെ എടുത്ത് എത്തിയപ്പോൾ വാസുവേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, 2 പേരും ഇന്നലെ പോയി അല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് വളരെ ശബ്ദം താഴ്ത്തി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോയപ്പോൾ വല്ലാത്ത ഒരു ശൂന്യത അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മൾ തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ പറഞ്ഞു, വാസുവേട്ട, ഇനി ഒരിക്കലും തുഞ്ചൻ ഉത്സവ സമയത്ത് നമ്മളങ്ങനെ പോവില്ല, നിവൃത്തികേട് കൊണ്ട് പോയതാണ്. സാരമില്ല എന്ന് പറഞ്ഞു. ഇത് തിക്കോടിയ മാഷ് അറിഞ്ഞു. അപ്പോൾ തിക്കോടിയ മാഷ് എന്നോടും ആലങ്കോടിനോടും പറഞ്ഞു, നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്, അതുകൊണ്ടാണ് വാസു അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് വാസു പാവമാണ്, വാസുവിനെ ഒറ്റയ്ക്കാക്കരുത്. ഇല്ല മാഷെ, നമ്മളൊരിക്കലും ഇനി അങ്ങനെ ചെയ്യുകയില്ല, അന്ന് നമ്മളങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. വാസുവേട്ടൻ പോയോടുകൂടി ആ ശൂന്യത ശരിക്കും എന്നെയും ബാധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും എന്ന പോലെ എന്നെയും ആ ശൂന്യത ബാധിച്ചിട്ടുണ്ട്. പലത് ചെയ്യുമ്പോഴും ഈ ഇവിടെ നമ്മളിപ്പോൾ ഇന്നലെയൊക്കെ തന്നെ അങ്ങേ മൂലയിലെ റൂമിൽ ചെന്ന് മുഖം കാണിക്കാമല്ലോ, അങ്ങനെ മുഖം ഇല്ലല്ലോ എന്ന വേദനയുണ്ട്. എൻ്റെ ആ വേദന വളരെ കാലം ഞാൻ കൊണ്ടു നടന്നു. അപ്പോൾ എപ്പോഴോ ഏതാനും വരികൾ ഉണ്ടായി കവിത. അതുകൊണ്ട് ആ ഒരു കവിത വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ കവിത പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല, പ്രസിദ്ധീകരിക്കാൻ അയച്ചിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ കയ്യെഴുത്ത് പ്രതി എന്ന നിലയ്ക്ക് ഇതിവിടെ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ പേര് ഞാൻ കരയില്ല. ഞാൻ കരയില്ല. MTക്ക്
നിസ്സംഗനെന്നേ തോന്നു, നിർമ്മമൻ എന്നേ തോന്നു, ആത്മാവിലോ സകലം സൂക്ഷ്മം ഭദ്രം. നിസ്സംഗനെന്നേ തോന്നു, നിർമ്മമൻ എന്നേ തോന്നു, ആത്മാവിലോ സകലം സൂക്ഷ്മം ഭദ്രം. അധികം ചിരിയില്ല, ഒട്ടുമേ കരച്ചിലും, ആഹ്ലാദമകക്കാമ്പിൽ വ്യസനം നിഗൂഢമായി. ആർഭാടമില്ലേയില്ല, ലളിതം സാധാരണം, ധൂർത്തുണ്ട് ഇഷ്ടം തോന്നും പുസ്തകം കാണും നേരം. ഒരൊറ്റ ജന്മം മതിയാവില്ല വായിക്കുവാൻ, മനസ്സിൽ സ്ഥിരവാസമാക്കിയ ഗ്രന്ഥങ്ങളെ. ആരുമേ അറിയാതെ നൽകിടും പാവങ്ങൾ തൻ കണ്ണുനീരൊപ്പാൻ ചെറു സമ്പാദ്യ വിഹിതങ്ങൾ. അറിയാം കണ്ണീർ കുടിക്കുന്നോരെ വിശപ്പിൻ്റെ വേദന തിന്നും സാധു ജീവിതങ്ങളെയെല്ലാം. അറിയാം കണ്ണീർ കുടിക്കുന്നോരെ വിശപ്പിൻ്റെ വേദന തിന്നും സാധു ജീവിതങ്ങളെ എല്ലാം. എഴുതും നേരം പേനത്തുമ്പിലീ ജന്മങ്ങൾ വന്നൊഴുകും മഷിയായി ജീവിതാമൃതം നേടാൻ. എഴുതും നേരം പേനത്തുമ്പിലി ജന്മങ്ങൾ വന്നൊഴുകും മഷിയായി ജീവിതാമൃതം നേടാൻ. അങ്ങയെ വായിച്ചവർക്കില്ല വിശ്രമം, വീണ്ടും വീണ്ടുമേ വായിക്കുവാൻ കൃതികൾ ഒന്നൊന്നായി. കൈപിടിച്ചുയർത്തിയതങ്ങാണ് എന്നാരാൻ ചൊന്നാൽ തൽക്ഷണം മറുപടി കേവലം നിമിത്തം ഞാൻ. ആദ്യ നോട്ടത്തിൽ നിങ്ങളാരെന്നു നിരീക്ഷിക്കും, എന്തിനൊക്കെയും പറ്റുമെന്നതും ഉറപ്പാക്കും. പരദൂഷണക്കൊടും ചുഴിയിൽ പെടില്ലെന്നാൽ പ്രതിഭത്തിളക്കങ്ങൾ കൊണ്ടാടും വാനോളവും. കഥയാകട്ടെ നോവൽ, നാടകം, തിരക്കഥ, ലേഖനം, എഡിറ്റിങ്ങുമൊക്കെയും അന്യാദൃശം. ഭാഷതൻ സംസ്കാരത്തിൻ കേദാര കേന്ദ്രങ്ങളെ ലോകശ്രദ്ധയിൽ പ്രതിഷ്ഠിക്കുവാൻ സമയവും ആയുസ്സും സമർപ്പിച്ച് വിടചൊല്ലിയ ഗുരു ഈറനാകുന്നൻ കൺകൾ എങ്കിലും കരയില്ല അങ്ങെന്നിൽ നിക്ഷേപിച്ച സ്നേഹസംസ്കാരങ്ങളാൽ. ഭാഷതൻ സംസ്കാരത്തിൻ കേദാര കേന്ദ്രങ്ങളെ ലോകശ്രദ്ധയിൽ പ്രതിഷ്ഠിക്കുവാൻ സമയവും ആയുസ്സും സമർപ്പിച്ച് വിടചൊല്ലിയ ഗുരു ഇറനാകുന്നൻ കൺകൾ എങ്കിലും കരയില്ല അങ്ങെന്നിൽ നിക്ഷേപിച്ച സ്നേഹസംസ്കാരങ്ങളാൽ. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. ആ അദൃശ്യ സാന്നിധ്യത്തിന് മുന്നിൽ, ആ ഗുരുവിന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.